ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യാമ്മയുടെ മകനാണോ ഈ നിൽക്കുന്ന വിഷ്ണു? അതെ. എങ്കിൽ എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എവിടെയെങ്കിലും കണ്ട് ഓർമ്മയുണ്ടോന്ന് നോക്കിക്കേ. മനസ്സിലായോ? കിട്ടുന്നുമില്ല. മോളെ, എനിക്ക് വിഷ്ണുവിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. വളരെ വലിയൊരു അപകടത്തിലേക്കാ ഞാൻ വിഷ്ണുവേട്ടനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ചന്ദ്രബോസ് എന്തും ചെയ്യും. അയാള് കാത്തിരുന്ന ഇരയാ അയാളുടെ കൈവെള്ളയിലേക്ക് കിട്ടിയിരിക്കുന്നത്. ആലോചിച്ച് നിൽക്കാനുള്ള സമയം ഇല്ല മോളെ. എത്രയും പെട്ടെന്ന് വിഷ്ണുവിനെ ഇറക്കാനുള്ള കാര്യങ്ങളൊന്ന് ചെയ്യാമേ. ചന്ദ്രബോസ് അയാളുടെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് വിഷ്ണുവേട്ടനെ ഇറക്കണം. ഇറക്കിയിരിക്കും ഞാൻ. ഹലോ ചിറ്റപ്പ. എന്തോ നാടി ഫോൺ എടുക്കത്ര താമസം? എടീ, ഒരു ACB ആണെന്ന് വിളിക്കുന്നത് ഓർക്കണേ നീ. ഓ, ഞാൻ കിച്ചണിലായിരുന്നു ചിറ്റപ്പ. ഞാൻ തന്നെ വെച്ചുണ്ടാക്കിയാലല്ലേ കഴിക്കാൻ പറ്റൂ. നിന്റെ കൊക്ക് ഭർത്താവ് അവിടെ ഇല്ലടി. സോറി, നിന്റെ കൊക്ക് ഭർത്താവ് അവിടെ ഇല്ലടി. നല്ല ഉഷ്ണെന്ന് പറഞ്ഞു പോയതാ. ഇനി ഒരു കറക്കമൊക്കെ കറങ്ങിയിട്ടേ വരൂ. അല്ല, ചിറ്റപ്പൻ എന്തിനാ വിളിച്ചത്? എടി, ആ കേസിൽ വിഷ്ണുവിനെ പൊക്കി ഞാൻ അകത്താക്കിയിട്ടുണ്ട്. നീ ആ ഉപേന്ദ്രനെ വിളിച്ചിട്ട് എന്തെങ്കിലും നീക്ക് പോക്ക് ആ സ്വത്തിന്റെ കാര്യത്തിൽ ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ പറ. എടി, തലയകത്താകുമ്പോ ഈ തടയിടാനുള്ള തടിയും കൊണ്ട് ആരും വരത്തില്ലല്ലോ. അതിന് നമുക്ക് ഇനിയും സമയമുണ്ട് ചിറ്റപ്പ. നമ്മുടെ കൈപ്പാടകലത്തേക്ക് രോഹിത്തിനെ പോവാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ. ഇപ്പൊ ആദ്യം ചെയ്യേണ്ടത് അതൊന്നുമല്ല. ഇപ്പൊ കിട്ടിയിരിക്കുന്ന വിഷ്ണുവിന്റെ തടി എണ്ണ വീപ്പയ്ക്കകത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാവോ? അവനിത്തിരി അഹങ്കാരം കൂടുതലാ. ഒന്ന് ഒതുക്കിയെടുത്ത എവിടെയെങ്കിലും കുറെ നാള് കിടക്കും. നോക്കട്ടെടി, അതൊക്കെ നീ കേസിന്റെ പോക്ക് പോലെ ഇരിക്കും. ഞാൻ വിളിക്കാം, നീ വെച്ചോ. ഓക്കെ. എത്രയായി? 50. സാർ. എന്താണോ സാർ, ഇവര് നമസ്കാരം സാർ. ആ, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചതേ ഒരാളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാ. അവനെ വിളിയിടോ. സാർ. നിന്റെ തിരുമുഖം കാണാൻ രണ്ടുപേര് വന്നിട്ടുണ്ട്. വന്ന് മുഖം കാണിക്കടാ. തുറക്കടോ. നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ട് നിൽക്കടാ. കൊച്ചേ, ഒന്ന് ശരിക്കും നോക്കിക്കോ. ഇവൻ തന്നെയാണോ നിങ്ങളെ ഓട്ടം കയറ്റിക്കൊണ്ട് വന്നേ?
ഇയാള് തന്നെയാ. ഇയാളുടെ ഓട്ടോയിലാ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കയറിയത്. എന്റെ പെങ്ങളെ, അന്ന് രാത്രി ഞാൻ നിങ്ങളെ സഹായിച്ചതല്ലേ? സഹായിക്കുന്നവരെ ഇങ്ങനെയാണോ നിങ്ങൾ തിരിച്ചു സഹായിക്കുന്നേ? എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളെ സ്വർണ്ണം ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല, എടുത്തിട്ടുമില്ല. ഞാൻ സത്യമായി പറയുന്നേ. ഇതിനപ്പുറത്തേക്ക് എനിക്ക് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ല. നിർത്തറ. എല്ലാ കള്ളന്മാരും ആദ്യം ഇതൊക്കെ തന്നെ പറയുന്നേ. എടാ മോനെ വിഷ്ണു, എടാ ആ സ്വർണം നീ ഒരിക്കൽ തന്നെയാണോ വിറ്റത്? നീ അത് പണയം വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിൽക്കാനേ സാധ്യതയുള്ളൂ. എവിടാ നീ അത് കൊടുത്തത്? രാഘവട്ടെ പതുക്കെ എത്രേ? 100 രൂപ. രാഘവട്ട ഞങ്ങളുടെ മകൻ വിഷ്ണുവിനെ ഒന്ന് കാണുമായിരുന്നു. അകത്തുണ്ട്, വരൂ. രാഘവട്ട. മോനെ, ആ സ്വർണം കിട്ടിയില്ലെങ്കിൽ ഇവളുടെ കല്യാണം മുടങ്ങും. മോൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ചു തരണം. ഒരച്ഛന്റെ വേദന മോനൊന്ന് മനസ്സിലാക്കണം. വേറെ മാർഗമില്ല അഞ്ഞിട്ടാ മോനെ ഞങ്ങൾക്ക്. എന്റെ പൊന്നു ചേട്ടാ, ഞാനിത് മോനെ വിഷ്ണു. അമ്മേ, അച്ഛാ, മോനെ നിങ്ങൾ കൃത്യസമയത്താ വന്നത് കേട്ടോ. ഈ തിരിച്ചറിയൽ പറയേണ്ടി കഴിഞ്ഞാ ഇവന്റെ വിശദമാണെന്ന് ചോദ്യം ചെയ്യാതിരിക്കുകയായിരുന്നു. അത് നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ലത്. വെറുതെ എന്തിനാ നിങ്ങളെ ഒരാൾക്ക് ഞാൻ മേടിച്ച് കെട്ടുന്നേ? അടി തുടങ്ങിയാലേ ഇവിടെ പാട്ട് വയ്ക്കും. പാട്ട് തീരുമ്പോ ഇവൻ സത്യം പറയുകയും ചെയ്യും. എന്തർത്ഥത്തില എന്റെ മകനെ പിടിച്ച് നിങ്ങൾ അകത്തിട്ടിരിക്കുന്നത്? ഇവൻ എന്ത് കുറ്റം ചെയ്തത്? സത്യാമ്മയുടെ മകനാണോ ഈ നിൽക്കുന്ന വിഷ്ണു? അതെ. എങ്കിൽ എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എവിടെയെങ്കിലും കണ്ട് ഓർമ്മയുണ്ടോന്ന് നോക്കിക്കേ. സത്യാമ്മ ഇവരെ അനുഗ്രഹിക്കണം.